ഛത്തീസ്ഗഡിലെ ബസ്റ്ററിൽ വൻ നക്സൽ വേട്ട. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ 14 പേരെ വധിച്ചു. AK-47 ഉൾപ്പെടെ മാരകായുധങ്ങൾ കണ്ടെടുത്തു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, വിശദാംശം. എൽദോ, ഈ വരുന്ന 2026 മാർച്ച് 31 മുൻപ് ഇന്ത്യയെ പൂർണ്ണമായിട്ടും നക്സൽ വിമുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് മേഖലകളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പറേഷനുകൾ എല്ലാം നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള ഒരു രീതിയിൽ പ്രദേശത്ത് ഒരു ഓപ്പറേഷൻ നടന്നതാണ്. ഇന്ന് രാവിലെയാണ് മേഖലയിൽ നിരവധി നക്സലേറ്റുകൾ പതിയിരിപ്പുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് ഇവിടെ തെരച്ചിൽ ആരംഭിച്ചു. DRG സേനയുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 14ഓളം നക്സലേറ്റുകളെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് ഈയൊരു ഓപ്പറേഷനിൽ പ്രമുഖരായിട്ടുള്ള പല നക്സലേറ്റുകളെയും വധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. 2015 ജൂണിൽ നടന്ന ഒരു അവിടെ ഛത്തീസ്ഗഡ് മേഖലയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ IED ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള ഒരു നക്സലൈറ്റിനെയും ഈ ഓപ്പറേഷനിൽ വധിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ 14 പേരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഒരു തെരച്ചിലിൽ ഒരു AK-47 തോക്ക്, അതുപോലെ തന്നെ INSAS റൈഫിളുകൾ, അതുപോലെ തന്നെ സെൽഫ് റീലോഡിംഗ് റൈഫിളുകൾ ഉൾപ്പെടെ നിരവധി മാരകായുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ദക്ഷിണ ബസ്തർ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടന്നത്. ഛത്തീസ്ഗഡിലെ 2 ജില്ലകളിൽ നിന്നായിട്ടാണ് ഇത്രയധികം നക്സലേറ്റുകളെ വധിച്ചത്. അതായത് സുക്മ, ബിജാപൂർ ജില്ലകളിൽ നിന്ന് 14 പേരെ സുക്മ ജില്ലയിൽ നിന്നും 2 പേരെ ബിജാപൂർ ജില്ലയിൽ നിന്നുമാണ് വധിച്ചത്. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളായിരുന്നു. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഈ പുതുതായിട്ട് നടന്നിട്ടുള്ള ഈ നക്സൽ വേട്ട അത് കർശനമാക്കിയതിൻ്റെ ഫലമായിട്ട് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുള്ള നക്സൽ സ്വാധീനം അത് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ബസ്തർ മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയതായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവസാനമായിട്ടുള്ള മേഖലയിലുള്ള ഒരു നക്സൽ സ്വാധീനവും നശിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ. ഇപ്പോൾ അടുത്തിടെ ഈ ഛത്തീസ്ഗഡിൽ ഒരു കായിക മീറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ മീറ്റിൽ മുൻപ് നക്സലേറ്റുകളായി പിന്നീട് സാധാരണ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന നിരവധി പേരും പങ്കാളികളായി. എന്തായാലും ഈ 14 പേർ, കൊല്ലപ്പെട്ട 14 പേരുടെ ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട്. റൈറ്റ്, അജയ് സുധാബിജാണ് വിവരങ്ങൾ നൽകിയത്.